ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷമറാഷി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നെയ്യും മൈദയും ഇല്ലാണ്ട് വീറ്റ് പാൽക്കോവ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഡാൽഡയാണ്. നെയ്ക്ക് പകരം ഞാൻ എടുത്തിരിക്കുന്നത് ഡാൽഡയാണ്. അതിൻ്റെ അളവെന്ന് പറയുമ്പം ഒരു അരക്കപ്പ്, അത് ഉരുകി വരുമ്പോൾ ഒരു അരക്കപ്പ് അളവിന് എന്ന രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാനിലിട്ട് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളെല്ലാം ചെയ്യുന്നത് തീ കുറഞ്ഞ തീയിൽ ഇട്ടതിന് ശേഷമാണ്. വെരി ലോ ഫ്ലെയിമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡാൽഡയൊക്കെ നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കപ്പ് അളവിന് നമ്മുടെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷവും തീ ഒരിക്കലും കൂട്ടരുത്. അതിന് ശേഷം ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ് തീ കൂട്ടി വെക്കാണ്ടിരിക്കുന്നത്. കാണാൻ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണെങ്കിലും നല്ല നനവ് പോലത്തെ ഒരു ഫീലാണ് അതിനുള്ളത്. ഒരു കുഴമ്പ് രൂപമാണ് അത് ഇരിക്കുന്നത്. കാണാൻ ഈ ഒരു ടെക്സ്ചർ എന്നേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റായി. ഇനി അതിനൊരു ബൗളിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിനകത്ത് പ്ലാസ്റ്റിക് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് കെട്ടി വെച്ച് ഇതിനകത്തൊരു കുറച്ച് എണ്ണയൊക്കെ തടവി ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കതിനുള്ള ട്രേ ഉണ്ടെങ്കിൽ ആ ട്രേ മതിയാവും. നമ്മുടെ ഗോതമ്പ് കുറച്ച് തണുത്ത് ഒരു വെള്ളത്തിൻ്റെ പരുവമായി. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു കപ്പിന് നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചത് ചേർക്കണം. കപ്പിന് നമ്മൾ എത്ര അളവിനാണോ ഗോതമ്പ് പൊടി എടുക്കുന്നത് അത്രയും അളവിന് തന്നെയാണ് പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ടത്. അപ്പം ഞാനത് കുറച്ച് വീതം മിക്സ് ചെയ്ത് അത് അത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈവച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ സ്പൂൺ വെച്ച് തന്നെ സഡനായിട്ട് അത് സെറ്റ് ചെയ്യാണ്. ഇപ്പം മധുരമൊക്കെ കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്തു. നല്ല മധുരവും ആയി. അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തടവി വെച്ചിരിക്കുന്ന ട്രേയിലോട്ട് ഇതിനെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കാം. നല്ലപോലെ അമർത്തി വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ നമുക്ക് എന്നിട്ട് ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. ആ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലാണെങ്കിൽ അരമണിക്കൂർ മതി. പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് സ്പോട്ടിലെങ്ങാനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ക്വയർ ഷേപ്പിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ നെയ്യോ മൈദയോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഈസിയിൽ ഉണ്ടാക്കിയ നമ്മുടെ പാൽക്കോവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.